ചിക്കൻ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സൈസ് വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഈ ഒരു അരപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേറെ ഇഞ്ചിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 3 വലിയ സ്പൂൺ തൈരാണ്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 വലിയ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൈദ എടുത്ത കപ്പിൻ്റെ അരഭാഗം ഏകദേശം ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൊടീൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചിക്കന് വെറും പൊടിയിലിട്ടിട്ട് മാത്രമല്ല കോട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ബാറ്റർ തയ്യാറാക്കി അതിലിട്ടിട്ടും കൂടെ കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിൻ്റെ മാവ് ഇരിക്കാൻ കേട്ടോ. നമ്മൾ ചിക്കൻ മുക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പരുവം വേണം. ബാക്കി ഇരിപ്പുള്ള പൊടിയിലേക്ക് 3 വലിയ സ്പൂൺ ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇതും നിർബന്ധമില്ലാത്ത കാര്യമാണ്. ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാം എന്നുള്ളൂ. 1 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് നമുക്ക് ആദ്യം ഓരോ പീസും എടുത്തിട്ട് ഈ ഒരു മാവിൽ ഇതുപോലെ മുക്കിയെടുക്കാം. അതിനുശേഷം ഈ ഒരു പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ. സാധാരണ നമ്മൾ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കുമ്പോൾ 2-3 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു മാവിൽ ഒരൊറ്റ പ്രാവശ്യം മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊടിയിൽ ഒരൊറ്റ തവണ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. നമ്മൾ പൊടിയിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിയുമായിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഓയിൽ, നമ്മളിത് മുങ്ങി പൊരിക്കുന്ന രീതിയിലുള്ള ഓയിൽ വേണം കേട്ടോ. നല്ലപോലെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ഓരോ പീസും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ വേണ്ടി വരും. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അധികം നമുക്കൊരു ഡാർക്ക് കളറൊന്നും ആവാതെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളൊരു ബ്രോസ്റ്റഡ് ചിക്കനോ KFC ഒക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ബാക്കി ഇരിപ്പുള്ളതും ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കട്ടെ. വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയാൽ നമ്മൾ പിന്നെ ഇങ്ങനെയും ചെയ്യുള്ളൂ. കാരണം അത്ര ടേസ്റ്റാണ്. മയണൈസിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതുതായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.